ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാടെ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെയും ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം നാടകമേ ഉലകം നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണ തീവരെ അങ്ങനെ തമ്മിൽ കുത്തും നാടകമേ ഉലകം നമസ്കാരം. ദിവസങ്ങൾക്ക് മുൻപ് മധ്യപ്രദേശ് നിയമസഭയിലെ ചിലർക്ക് വലിയ അക്കിടി പറ്റിയെന്ന് വെച്ചാൽ പറ്റാൻ പാടില്ലാത്തതാണ് പറ്റിയത്. നോർവേയിൽ നമ്മുടെ കൈലാഷ് സത്യാർത്ഥി നൊബേൽ സമ്മാനം ഏറ്റുവാങ്ങിയപ്പോൾ മധ്യപ്രദേശ് നിയമസഭ അകമഴിഞ്ഞ് അഭിനന്ദിച്ചു. ചെറിയ ഒരു വ്യത്യാസം, ആ കൈലാഷിനെ അല്ല, മധ്യപ്രദേശ് മന്ത്രി കൈലാഷ് വിജയവാർഗിയയെ ആണ് അഭിനന്ദിച്ചത്. നമ്മുടേതല്ലേ മന്ത്രി, എങ്ങനെ നൊബേൽ കിട്ടാതിരിക്കും എന്നായി BJP MLA മാർ. എങ്ങനെ കിട്ടാതിരിക്കും, കേന്ദ്രത്തിലും BJP അല്ലേ ഭരിക്കുന്നത് എന്നായി പ്രതിപക്ഷ MLA മാർ. കൈലാഷ് വിജയവാർഗിയ നൊബേൽ സമ്മാനം അർഹിക്കുന്നില്ലെന്ന മറുപടിയുമായി BSP MLA നടുത്തളത്തിലേക്ക് ചാടിയിറങ്ങി. കൈലാഷ് വിജയവാർഗിയ മാത്രമല്ല, നൊബേൽ വാങ്ങാൻ കെൽപ്പുള്ള പല മന്ത്രിമാർ ഇനിയും ഇവിടെയുണ്ടെന്നായി മറ്റൊരു മന്ത്രിയുടെ പ്രതികരണം. ശരിയാണ്, മണ്ടത്തരത്തിനും വിവരക്കേടിനും നൊബേലുണ്ടെങ്കിൽ അത് ഏറ്റുവാങ്ങാൻ അർഹരായവർ ഒരുപാടുണ്ട് മധ്യപ്രദേശ് നിയമസഭയിൽ എന്ന് മനസ്സിലായില്ലേ? എത്ര പേർ പത്രം വായിക്കുന്നുണ്ടെന്ന് പോലും സംശയം തോന്നിപ്പോകും. കൈലാഷ് സത്യാർത്ഥി നൊബേൽ ഏറ്റുവാങ്ങിയ ദിവസമാണ് ഈ അബദ്ധങ്ങളൊക്കെയും സംഭവിച്ചത്. ഏറ്റുവാങ്ങിയത് അന്നാണെങ്കിലും പ്രഖ്യാപിച്ചിട്ട് ആഴ്ചകളായി എന്ന കാര്യം മറക്കരുത്. ശരിക്കും നൊബേൽ വാങ്ങിയ കൈലാഷ് സത്യാർത്ഥി മധ്യപ്രദേശുകാരനാണ് എന്ന കാര്യം കൂടി പരിഗണിച്ചാൽ ഇതിന് അക്കിടിയെന്നോ അബദ്ധമെന്നോ മണ്ടത്തരമെന്നോ മാത്രം വിളിച്ചാൽ പോരാ, എന്തു വിളിക്കണമെന്ന് പ്രേക്ഷകർ സ്വയം തീരുമാനിക്കുക. ഇന്ന് തുടങ്ങുന്നു സ്വാഗതം സുൽത്താൻ ഗോൾഡ് നാടകമേ ഉലകത്തിലേക്ക്. ബാർക്കോഴയിൽ മാണിസാർ കുടുങ്ങിയതോടെ സർക്കാരിൻ്റെ പ്രായോഗികത മറനീക്കി പുറത്തു വന്നു. ആദർശമാണ് വലുതെന്ന് സുധീരഗാന്ധി പൊട്ടിത്തെറിച്ചതോടെ UDF യോഗം പോലും കലുഷിതമായി. അങ്ങനെയെങ്കിൽ പ്രായോഗികത മന്ത്രിസഭ തീരുമാനിക്കട്ടെ എന്നായി ഉമ്മച്ചൻ. മന്ത്രിസഭയിൽ താനില്ലല്ലോ എന്ന് സുധീരൻ ഓർത്തില്ലെങ്കിലും ഉമ്മച്ചൻ അതറിയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇത്തരം ഇരട്ടത്താപ്പുകൾ തെളിഞ്ഞു വന്നത്. വാരാന്ത്യ ദിനങ്ങൾ, അതായത് ഞായറാഴ്ച ഫ്രൈഡേ ആയി പ്രഖ്യാപിക്കും. ഞായറാഴ്ച ഫ്രൈഡേ ഒഴിവാക്കുന്നു. വാരാന്ത്യ ദിനങ്ങൾ, അതായത് ഞായറാഴ്ച ഫ്രൈഡേ ആയി പ്രഖ്യാപിക്കും. ഞായറാഴ്ച ഫ്രൈഡേ ഒഴിവാക്കുന്നു. നമ്മുടെ ഗവൺമെന്റ് നയത്തിൽ മാറ്റമില്ല. ഇന്ന് പൂട്ടിക്കിടക്കുന്ന 418 ബാറുകൾക്കും ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന 312 ബാറുകൾക്കും തുടർന്ന് പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടാവില്ല. പൂട്ടിയ ബാറുകൾക്ക് ബിയർ വൈൻ പാർലറുകൾ അനുവദിക്കും. അന്നെടുത്ത തീരുമാനത്തിൽ നിന്ന് യാതൊരു മാറ്റവുമില്ല. കള്ളിജത്ത് വ്യവസായത്തെ സംരക്ഷിക്കും. ബിയർ വൈൻ പാർലറുകൾ അനുവദിക്കും. അതാണ് എടുത്ത തീരുമാനത്തോടുള്ള കമ്മിറ്റ്മെന്റ്. അതാണ്. KSRTC ആണോ KSEB ആണോ കേരളം നേരിടുന്ന പ്രധാന പ്രശ്നമെന്ന് ചോദിച്ചാൽ തൽക്കാലത്തേക്കെങ്കിലും മലയാളികൾ ഒറ്റക്കെട്ടായി പറയും KSRTC എന്ന്. പക്ഷേ ഉമ്മച്ചൻ പറയും റബ്ബർ കർഷകർ നേരിടുന്ന പ്രശ്നമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തെ ഏറ്റവും അധികം അലട്ടിയ പ്രശ്നമാണ്. മദ്യപാനം മദ്യപാനികളുടെ ആരോഗ്യത്തിന് ഹാനികരമെന്ന ഒറ്റ കാരണം പറഞ്ഞ് നാടു നന്നാക്കാൻ ഇറങ്ങി പുറപ്പെട്ടു ഉമ്മച്ചൻ. എന്നിട്ടിപ്പോൾ മദ്യപാനം സർക്കാരിൻ്റെ ആരോഗ്യത്തിന് ആദായകരം എന്ന് തിരുത്തി. അന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത്? ബാറുമന്ത്രി ബിയർബുവും സുധീരഗാന്ധിയും പലവട്ടം ഏറ്റുമുട്ടി. പിന്നെ ഉമ്മച്ചനും സുധീരഗാന്ധിയും തമ്മിലായി ആശയ പോരാട്ടം. ലീഗും മാണിയും BD സതീശഗാന്ധിയും
ഇടയ്ക്കുകയറി ഇടപെട്ടു. അന്ന് ഇതൊക്കെയായിരുന്നു പ്രധാന വാർത്തകൾ. നമസ്കാരം, മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബാറിൽ അടി, ഉമ്മച്ചനെയും ചെന്നിച്ചനെയും തള്ളി സുധീരഗാന്ധി. തള്ളിയാലൊന്നും വീഴില്ലെന്ന് നേതാക്കൾ. ബാറിന്റെ പൂർണ്ണ രൂപത്തിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം. ബാർ എന്നാൽ ബാബു ആൻഡ് രമേശ് എന്ന് സുധീരൻ. സുധീരൻ വന്നതോടെ പാർട്ടി ബാറും വലിച്ചിരിപ്പാണെന്ന് നേതാക്കളുടെ മറുപടി. ഒന്നുകിൽ ബാർ വേണ്ടെന്ന് വെക്കണം, അല്ലെങ്കിൽ ബാറിന്റെ പേരിൽ സ്മോൾ ചേഞ്ച് വരുത്തി മലബാർ എന്നാക്കണമെന്ന് മുസ്ലിം ലീഗ്. ബാറിന് മുന്നിൽ മലയെന്നു ചേർത്താൽ ഹർത്താൽ നടത്തുമെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി. ബാറിൽ സുധീരനൊപ്പം ഷെയറിട്ട് മണിമന്ത്രി KM മാണി. രണ്ടിലയ്ക്കും മുള്ളിനും കേടില്ലാതെ പ്രശ്നം പരിഹരിക്കണമെന്ന് KM മാണി. പ്രതിച്ഛായ ഒരു വിഷയമേ അല്ലെന്ന് സതീശൻ. അടിച്ചു മുഖച്ഛായ മാറ്റുമെന്ന് സുധീരൻ. വാർത്തകൾ വിശദമായി. ബാർ വിഷയത്തിൽ കോൺഗ്രസ് അടിച്ച് ഫിറ്റായി. പൈന്റിലെ നുള്ളിയിരുന്നുവെങ്കിൽ പ്രശ്നം ഫുള്ളും കടന്ന് ലിറ്ററിലെത്തില്ലായിരുന്നുവെന്നാണ് നാട്ടിലെ പാമ്പുകളുടെ വിലയിരുത്തൽ. നമുക്കൊരു ചർച്ച അനിവാര്യമാണ്. ചർച്ചയ്ക്കായി KP സീസർ ആസ്ഥാനത്ത് നിന്ന് പാർട്ടി അധ്യക്ഷൻ സുധീരഗാന്ധി, തലസ്ഥാനത്ത് നിന്ന് മുഖ്യ ഷെയറിസ്റ്റ് ഉമ്മച്ചൻ, കണിച്ചുകുളങ്ങര നിന്ന് ഒരു ഗ്ലാസ് ഒരച്ചാർ ഒരു കുപ്പി കുടിയന് എന്ന ആശയത്തിന്റെ വക്താവ് വെള്ളാപ്പള്ളി, കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന് പ്രശസ്ത കുടിയൻ അയ്യപ്പ ബൈജു എന്നിവർ ഒപ്പം ചേരുന്നു. ശേഷം സുധീരഗാന്ധിയുടെ അടിതെറ്റിക്കാൻ ഉമ്മച്ചൻ മദ്യനയം പ്രഖ്യാപിച്ചു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സുധീരന് മുന്നിൽ ഉമ്മച്ചൻ വാളുവെച്ച് കീഴടങ്ങി, അഥവാ കടും പിടുത്തം അവസാനിപ്പിച്ചു. അങ്ങനെ മദ്യനയം വീട്ടമ്മമാരുടെ പ്രശംസയും കുടിയന്മാരുടെ പ്രതിഷേധവും ക്ഷണിച്ചു വരുത്തി. അതെ, മദ്യത്തിന്റെ മണം തന്നെ. എന്റെ ഈശ്വര, ഈ തറവാട്ടിൽ കുടിക്കേ ഞാൻ ശരിയാക്കി തരാൻ. സമ്പൂർണ്ണ മദ്യ നിരോധനത്തിലേക്ക് കേരളം പോണം. ആദർശങ്ങൾ പറഞ്ഞാൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ കൊണ്ടുവരികയും വേണം. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സംതൃപ്തി ലഭിക്കുന്ന ഒരു ദിവസമാണ്. എന്തിനാ എന്നെ ഇങ്ങനിട്ട് വേദനിപ്പിക്കണേ? മർത്യരെ മൃഗമാക്കും മദ്യമേ, മർത്യരെ മൃഗമാക്കും മദ്യമേ, ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ, ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ, മദ്യമേ വിഷമേ വിഷമദ്യമേ, മദ്യമേ വിഷമേ വിഷമദ്യമേ. പുതിയ മദ്യനയം, മദ്യരഹിത കേരളം. എന്റെ പൊന്നു സുഹൃത്തെ, ഞങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കല്ലേ. മദ്യം കേരളത്തിന്റെ സാമൂഹ്യ വിപത്തായി തുടരുന്നുവെന്ന് സർക്കാരിന് ബോധ്യമുണ്ട്. ശരി മാന്യ, ഇത് നമ്മുടെ നാടിനെയും കുടുംബങ്ങളെയും വ്യക്തികളെയും പല രീതിയിൽ ബാധിക്കുന്നു. നമ്മളെ പൈന കൊച്ചു പൈന വായെടുത്ത കൊച്ചുവായി വലിയ വർത്താനം പറഞ്ഞിട്ടുള്ളൂ. കേരളത്തിൽ ഇനി 5 സ്റ്റാർ ഹോട്ടലുകൾ മാത്രം മതി. സ്റ്റാർ ഇന്ന് പൂട്ടിക്കിടക്കുന്ന 418 ബാറുകൾക്കും ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 312 ബാറുകൾക്കും തുടർന്ന് പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടാവില്ല. ഹലോ മിസ്റ്റർ പയ്യൻ, നമ്മളെ കഞ്ഞി പാറ്റയില്ല, പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ്. 418 തുറക്കത്തില്ല, 312 തുടർന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. ഞങ്ങൾക്ക് ആറ് ഓസ് വേണ്ടേ? 2015 ഏപ്രിൽ 1 ശേഷം കേരളത്തിൽ 5 സ്റ്റാർ ഹോട്ടലുകൾ ബാറുകൾ മാത്രമേ കാണുകയുള്ളൂ. 5 സ്റ്റാറും 4 സ്റ്റാറും എൻ്റെ പൊന്നു സുഹൃത്തെ, എനിക്ക് 5 സ്റ്റാറും 4 സ്റ്റാറും ഒന്നും വേണ്ട. ദേ 2 വിട്ടിട്ടേ പറമ്പിൽ പോയി മലം നേർന്ന് മേലോട്ട് നോക്കിയാൽ ലക്ഷക്കണക്കിന് സ്റ്റാറുകളെ കാണാൻ പറ്റും. ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ പുതിയതായി തുടങ്ങില്ല. ഭയങ്കര സെറ്റപ്പാ, മാന്യനാണെന്ന വിചാരം. ഇനി ഓരോ വർഷവും 10% ഔട്ട്ലെറ്റുകൾ നിർത്തലാക്കുന്നു. വാരാന്ത്യ ദിനങ്ങൾ, അതായത് ഞായറാഴ്ച ഫ്രൈഡേ ആയി പ്രഖ്യാപിക്കും. നമ്മൾ ഉപദ്രവിക്കുന്ന എന്തിനാണ്? പ്രചരണ പരിപാടികളെ ഊർജിതമാക്കും. പിന്നെ ഇവര് പറയുന്നതാണോ ശരി? ബിവറേജസ് കോർപ്പറേഷൻ വഴി വിൽക്കുന്ന വീര്യം കൂടിയ മദ്യം
കുറച്ചു കൊണ്ടുവരാൻ ശ്രമിക്കും. ആര് പറഞ്ഞു? അല്ല, അങ്ങനെ പറഞ്ഞ എന്താ? അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇവിടെ കള്ളിജത്ത് വ്യവസായത്തെ സംരക്ഷിക്കും. അങ്ങനെ പറ. That's the right point. ഈ ഒരു വലിയ ലക്ഷ്യം കൈവരിക്കാനുള്ള സർക്കാരിന്റെ ശ്രമത്തിന് എല്ലാവരുടെയും സഹായ സഹകരണം അഭ്യർത്ഥിക്കുന്നു. ശരി മാന്യ. നാടകമേ ഉലകം, നാടകമേ ഉലകം. എന്നിട്ടും അടി കുറഞ്ഞില്ല. മദ്യവർജനമാണോ മദ്യനിരോധനമാണോ വേണ്ടതെന്ന തർക്കം മൂത്തു. അങ്ങനെ KPCC പ്രസിഡന്റിന് വേണ്ടി രാജ്മോഹൻ ഉണ്ണിത്താനും ഉമ്മച്ചന് ഹംസമായി KPCC വൈസ് പ്രസിഡന്റ് മാന്യ മഹാഹസനും രംഗത്തെത്തി. എത്ര നാളായി മാമൂനെ ഒന്ന് നേരിട്ട് കണ്ടിട്ടല്ലേ? നേരിട്ട് കാണാലെ ഗ്ലാമറല്ലേ? തമാശ പറയാതെ. എന്റെ അടുത്ത് വേല ഇറക്കരുത്. ആരോപണം വെറുതെ പറഞ്ഞാൽ മതിയോ? അതിന് വ്യക്തമായ തെളിവുകൾ വേണം. എന്നാലല്ലേ ആരോ ഈ പറയുന്നത് ശരിയാണോ ഇല്ലയെന്ന് അറിയാൻ പറ്റൂ. എന്തൊരു സംഗീതാത്മകം. ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ? എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെയായാലും മറുപടി പറയും. അതിന് ഉത്തരം പറയേണ്ടത് നിങ്ങളുടെ പാർട്ടിയും മെഷീനറിയുമാണ്. സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് കേരളം പോണം. ഞാൻ വളരെ ശക്തമായി സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ്. മദ്യം കേരളത്തിന്റെ സാമൂഹ്യ വിപത്തായി തുടരുന്നുവെന്ന് സർക്കാരിന് ബോധ്യമുണ്ട്. ഇത്രയേറെ പബ്ലിക് അറ്റൻഷൻ ഉണ്ടാകുന്ന പ്രശ്നമാണെന്ന് തുടക്കത്തിൽ ആരും മെൻഷൻ ചെയ്യാതിരുന്നത് ഒരു വീഴ്ച തന്നെയാണ്. മിനിസ്റ്റർ എന്ത് പറയുന്നു? ഗവൺമെന്റും UDF-ഉം കോൺഗ്രസും തീരുമാനിക്കുമ്പോൾ ആ തീരുമാനത്തിന്റെ കൂടെ, അല്ലാതെ എനിക്ക് വ്യക്തിപരമായിട്ടൊരു നയമൊന്നുമില്ല. പാർട്ടിക്കകത്ത്, ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഈ കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള രണ്ടഭിപ്രായമുണ്ട്. നോൺസെൻസ്, നോൺസെൻസ്. 4 പത്രക്കാരെ ഒരു മൈക്കും കിട്ടിയാൽ എന്തും പറയാമെന്നോ? ഈ ഗവൺമെന്റ് മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കാൻ പല നടപടികളും എടുത്തിട്ടുണ്ട്. ബിവറേജ് ഔട്ട്ലെറ്റുകൾ കൂട്ടുകയില്ല എന്ന് പറഞ്ഞു. കള്ളഷാപ്പുകളുടെ എണ്ണം കുറച്ചു. മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കാൻ ഈ ഗവൺമെന്റ് പല നടപടികളും എടുത്തിട്ടുള്ള ഗവൺമെന്റ്. മന്ത്രിസഭയുടെ ഒരു പ്രവർത്തന അജണ്ട എന്ത് അസംബന്ധമാണ് താൻ എഴുന്നള്ളിച്ചത്? ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. താൻ വാതുവെക്കുന്ന ഇട്ടാവട്ടം കളിക്കുന്ന ഒരു ഊച്ചാളി രാഷ്ട്രീയക്കാരനോടല്ല. ആണല്ലോ. ഇവൻ എന്നെ കൊണ്ട് LIC എടുപ്പിക്കും, ഉറപ്പിച്ച്. ഗവൺമെന്റിന് നിയമപരമായി ചില നടപടികൾ സ്വീകരിക്കേണ്ടി വരും എന്ന മുഖ്യമന്ത്രി, പാർട്ടിയുടെ പ്രതിനിധിയായ മുഖ്യമന്ത്രി പറഞ്ഞ അഭിപ്രായത്തോട് പാർട്ടി സർക്കാർ ഏകോപന സമിതിയിൽ ഭൂരിപക്ഷം ആളുകൾക്ക് യോജിപ്പായിരുന്നു. അങ്ങനെ ഒരു സമിതി കോൺഗ്രസിന്റെ ചരിത്രത്തിലില്ല. പാർട്ടി സർക്കാർ ഏകോപനം അത് ഡിസിഷൻ മേക്കിംഗ് സമിതിയല്ലെന്ന് മാത്രമല്ല, നയപരമായ ഒരു കാര്യവും അതിനകത്ത് ചർച്ച ചെയ്ത് തീരുമാനിക്കാനാവില്ല. മുഖ്യമന്ത്രി എടുത്ത ഒരു നിലപാട് പ്രായോഗികമായ ഒരു സമീപനം. പ്രായോഗിക സമീപനം കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്ത് നന്മയാണ് ഉണ്ടാക്കി കൊടുക്കുക? പാർട്ടിയുടെ പ്രതിനിധിയായിട്ടുള്ള മുഖ്യമന്ത്രി ഗവൺമെന്റിന് ഈ കാര്യത്തിൽ ഒരു പ്രായോഗിക തീരുമാനം എടുക്കണമെന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. ശ്രീ MM ഹസനെ പോലെ താഴെത്തട്ടിൽ നിന്ന് വളർന്ന സമുന്നതനായ ഒരു നേതാവ് കേരളത്തിലെ കോൺഗ്രസിന്റെ എക്സിക്യൂട്ടീവിനെയും അതുപോലെ തന്നെ ജനറൽ ബോഡിയെയും, KPCC ജനറൽ ബോഡിയുടെ അല്ല, മുഖ്യമന്ത്രിയാണല്ലോ ഗവൺമെന്റിന് നേതൃത്വം നൽകുന്നത്. മുഖ്യമന്ത്രി ഇതിന്റെ പ്രായോഗിക തലത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്നുള്ളതാണ്. അതാണല്ലോ അഭിപ്രായ വ്യത്യാസം. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മദ്യനയത്തെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കാൻ ശ്രീ MM ഹസനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. കോൺഗ്രസ് പാർട്ടി മാത്രമല്ലല്ലോ ഇവിടെ ഭരിക്കുന്നത്. ഈ ബാറിന്റെ നിലവാരം ഉയർത്തേണ്ട ജോലി കോൺഗ്രസുകാർക്കില്ല. പാർട്ടിക്കകത്ത് അങ്ങനെ ശക്തമായ അഭിപ്രായം ഉണ്ടല്ലോ. കേരളീയ പൊതുജന സമൂഹത്തിന്റെ വികാരമാണ് KPCCയുടെ തീരുമാനം, ശ്രീ VM സുധീരന്റെ പ്രഖ്യാപനം. അത് ശരിയല്ല, ഞാൻ യോജിക്കുന്നില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞതിനും ചിന്തിച്ചതിനും പ്രവർത്തിച്ചതിനും എതിരെ എന്താ KPCC പ്രസിഡന്റ് ഇവിടെ പറഞ്ഞതും പ്രവർത്തിച്ചതും തീരുമാനിച്ചതും? മദ്യത്തിന്റെ കാര്യത്തിൽ ഒരു നയം രൂപീകരിച്ച് കോടതിയെ അറിയിക്കാൻ UDF-ന് വീഴ്ച പറ്റിയില്ലേ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാകുമോ? അറിയില്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കിയേ. ഗവൺമെന്റിന് വീഴ്ച പറ്റിയില്ലേ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാകുമോ? കണ്ണട കൂരാനുള്ള സാഹചര്യമല്ല എങ്കിൽ മുമ്പിൽ ഒരു ഗ്ലാസ് വെള്ളം എപ്പോഴും കാണും. അതെടുത്ത് മടമടാന്നങ്ങ് കുടിച്ചേക്കാം. അടച്ചിട്ടിരിക്കുന്ന ബാറുകൾക്ക് നിലവാരമുണ്ടാക്കാൻ ഈ കാലതാമസം ഉണ്ടായത് വഴി സഹായിച്ചു. അതിന്റെ പേരിൽ ആരെങ്കിലും ഈ UDF-നെയും ഗവൺമെന്റിനെയും സംശയത്തിന്റെ മുൻമനയിൽ നിർത്തിയാൽ അവരെ കുറ്റപ്പെടുത്താൻ ആർക്ക് സാധിക്കും? ഇനിയും സങ്കീർണമായ ചോദ്യങ്ങളാണ് വരുന്നത് എങ്കിൽ പൊട്ടിച്ചിരിച്ചേക്കുക. ഒരു അഭ്യർത്ഥനയുണ്ട്, പച്ചക്കറിയും ജനശ്രീയും താഴെയായി പോകരുത്, മദ്യത്തിനടിയിലായി പോകരുത്.
ഓണത്തിന്റെ ഇടയ്ക്ക് ഒരു പുട്ടുകച്ചവടമായി പോയി എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. നായി നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കും. അപ്പൊ ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ അതിന്റെ നടുത്തുണ്ടം തിന്നണമെന്ന് പറഞ്ഞ പോലെ നയം മയത്തിൽ തിരുത്തിയതിലൂടെ കയത്തിലായത് സർക്കാരാണ്. നയത്തിൽ മായം കലർത്തിയത് ശരിയായില്ലെന്ന് ഭയമില്ലാതെ പറയാൻ സ്വയം ശേഷിയുള്ള എത്ര പേരുണ്ടിവിടെ? ചോദ്യത്തിനുത്തരം പ്രേക്ഷകർക്ക് വിടുന്നു. ഇനി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം. ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തീ കളി ഈ കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാണേ തമ്മിൽ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെ ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം നാടകമേ ഉലകം നാടകമേ ഉലകം നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണ പിങ്കര അങ്ങനെ തമ്മിൽ കുത്തും നാടകമേ ഉലകം മൂക്കില്ല മൂക്കന്റെ വാക്കിനു തൂക്കം നാക്കിന് താക്കം നോക്കിനു തക്കം ദിക്കാകെ തെറ്റി തിക്കി ഛായ വളർത്തി മേനി മിനുക്കി പാരാകെ പാടി നടക്കും തന്നുടെ മേനികൾ നാടും വീടും തോടും മേടും കാടും തന്നുടേതാക്കും ചട്ടം നാടകമേ ഉലകം